പിതൃസ്മരണയിൽ വിശ്വാസികൾ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണം ആലുവ മണപ്പുറത്ത് തുടരുന്നു. ആലുവ മണപ്പുറത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, ആ ഒരു ബലിതർപ്പണം ഇനിയും കഴിഞ്ഞിട്ടില്ല. മഹാശിവരാത്രി അവസാനിക്കുന്നു. ഇപ്പോൾ ആ മഹാശിവരാത്രി അവസാനിച്ചിട്ടും ബലിതർപ്പണത്തിന് കുറവൊന്നുമില്ല. അത്രയധികം തിരക്കുണ്ടല്ലേ മണപ്പുറത്ത്? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാടധികം ആളുകളാണ് ഈ ഒരു പിതൃസ്മരണയിൽ ഇപ്പോൾ ഇവിടെ ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ് ശിവരാത്രി വിളക്കിനെല്ലാം ശേഷം ഈ ഒരു ശിവരാത്രി ഈ ഒരു ബലിതർപ്പണം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴും തിരക്ക് ഒട്ടും കുറയാത്ത വിധത്തിൽ ഒരുപാടധികം ആളുകൾ തന്നെയാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാവുന്നത് പോലെ 116 ബലിത്തറകളാണ് ഈ ഒരു ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അവിടെ എല്ലാം തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലാവരും ഇത്രയധികം തിരക്കുണ്ടെങ്കിൽ പോലും നേരെ അപ്പുറത്താണ് ആലുവ, ഈ ഒരു മണപ്പുറത്താണ് മുങ്ങലെല്ലാം, അതായത് ബലിതർപ്പണം കഴിഞ്ഞിട്ട് മുങ്ങിക്കുളിക്കുന്നതെല്ലാം ഈ ആലുവ പുഴയിലാണ്. വളരെ ഒഴുക്കുള്ള പുഴയാണ്, എങ്കിൽ പോലും വളരെ സുഗമമായിട്ട് ആളുകൾക്ക് ഈ ഒരു ബലിതർപ്പണവും അതുപോലെ തന്നെ മുങ്ങിക്കുളിക്കാനും എല്ലാം സാധിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ബാരിക്കേഡുകളെല്ലാം തന്നെ വെച്ച് ഇവരുടെ എല്ലാം വന്നിരിക്കുന്ന ഓരോ ഭക്തജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. 8:30ക്കാണ് വാവുബലി ആരംഭിക്കുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശിവരാത്രി അല്ലെങ്കിൽ ബലിതർപ്പണം. വാവുബലി, അതായത് കുംഭമാസത്തിലെ അമാവാസിയിലാണ് ഈ ഒരു വാവുബലി, ആ ഒരു ബലിതർപ്പണം, വാവുബലി തർപ്പണം നടക്കുന്നത് കുംഭമാസത്തിലെ അമാവാസി നാളിലാണ്. ഇന്നാണ് അത്. 8:30ക്കാണ് വാവുബലി ആരംഭിക്കുന്നത്. ക്ഷേത്രകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ്. എന്തായാലും ഒരുപാടധികം ആളുകൾ, 7 ലക്ഷത്തോളം ആളുകളാണ് ഈ വർഷം ബലിതർപ്പണത്തിന് എത്തും എന്നുള്ള കാര്യം അറിയിച്ചിരുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഈ ഒരു ബലിയിടുന്ന ചടങ്ങെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി ആയപ്പോഴേക്കും ആളുകളുടെ ഒരു ഭക്തജന പ്രവാഹം എന്ന് തന്നെ പറയാം. അത്രത്തോളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അതിനെല്ലാം ഉള്ള ഒരു മുൻകരുതൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വളരെ വ്യക്തമായി തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. 1500-ൽ കൂടുതൽ പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ വന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഈ ഒരു ക്ഷേത്ര കമ്മിറ്റി കൃത്യമായിട്ട് ലഘുഭക്ഷണം കൊടുക്കുന്ന കാര്യവും ഉണ്ടായിട്ടുണ്ട്. ചുക്ക് കാപ്പിയും ലഘുഭക്ഷണവും എല്ലാം ഇന്നലെ വന്ന ഭക്തജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം, അത്യാഹിതങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന് കൃത്യമായി സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നേവിയുടെ മുങ്ങൽ വിദഗ്ധരും അതുപോലെ തന്നെ പോലീസ് സേന അംഗങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ യാത്ര സുഗമമാക്കാനായിട്ട് KSRTCയുടെ കൃത്യമായിട്ടുള്ള ഒരു താൽക്കാലിക ഡിപ്പോ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായി അമ്പലത്തിന്റെ ഏകദേശം ഒരു താഴെ ഭാഗത്തായിട്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ KSRTCയുടെ ഒരു പ്രത്യേക ഡിപ്പോ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ ഇവിടെയുള്ള യാത്രക്കാർക്ക്, ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൃത്യമായി തിരിച്ചു പോവാനും ഇങ്ങോട്ട് എത്തിച്ചേരാനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും പിതൃസ്മരണയിൽ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളും. വളരെ നല്ല രീതിയിൽ ഒരുപാട് പേര് രാവിലെയായിട്ടും, ഇപ്പോൾ 8:30ക്കാണ് വാവുബലി തുടങ്ങുക, അതിനോട് മുന്നോടിയായിട്ട് ആളുകളുടെ എണ്ണം ഇവിടെ കൂടിക്കൊണ്ട് തന്നെ വരികയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ അലങ്കാരങ്ങളെല്ലാം തന്നെ. ചിട്ടയോടുകൂടി ഒരുപാടധികം സ്റ്റാളുകളും എല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയിലാണ് അമ്പലത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ, ക്ഷേത്രത്തിന്റെ ഒരുക്കങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ചിട്ടയോടുകൂടി ഒരുക്കി നിർത്തിയിരിക്കുന്ന കാഴ്ച കൂടി ഇവിടെ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ വിശ്വാസികളുടെ ഒരു പ്രവാഹം തന്നെയാണ് ആലുവ മണപ്പുറത്ത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.